ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഇന്ന് ഇടിയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പിറകെ വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി നല്ല കുരുമുളകൊക്കെ ഇട്ട് ഗ്രേവി ഇല്ലാതെ പെരട്ടി വെച്ചതാണ്. സത്യം പറഞ്ഞാൽ ഗ്രേവി വെക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഉണ്ടല്ലോ തീ ഓഫ് ചെയ്യാൻ മറന്നു. കുറച്ച് ഇരുന്നങ്ങ് കുറുകി കേട്ടോ. എന്നത്തെയും പോലെ തന്നെ ചായ എനിക്ക് വിത്തൗട്ട്, മക്കൾക്ക് മധുരമുള്ളത്. ഞാനുണ്ടല്ലോ ഒരു ദിവസം 3-4 ചായ കുടിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് കമൻറ്റ് വന്നു കേട്ടോ. ചേച്ചി ഇത്രയും ചായയൊന്നും കുടിക്കരുത് കേട്ടോ, അത് ശരീരത്തിന് കേടാണ്. ശരിക്കും എനിക്കതറിയാം, എന്നാലും എനിക്ക് ചായ അത് എനിക്കൊരു ഭയങ്കര ഒരു ഇഷ്ടം കൂടിയതാണ് കേട്ടോ. അതുകൊണ്ട് ചായയുടെ അളവ് കുറയ്ക്കാം, പക്ഷേ ചായ പൂർണ്ണമായിട്ട് നിർത്തുന്നത് കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പം അതുപോലെയല്ല കേട്ടോ, ഇന്ന് ഞാൻ മോന് വാരി കൊടുക്കുകയാണ് ചെയ്തത്. എന്തോ ഒരു സങ്കടം പോലെ. സ്കൂളിൽ കൂടുതൽ പഠിക്കാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ചോദിച്ചിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ വാരിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ മോന് ടിഫിൻ ബോക്സ് റെഡിയാക്കി ചോറിട്ടു. മോൻ പഠിക്കുന്ന സ്കൂളിലുണ്ടല്ലോ ഉച്ചഭക്ഷണം ഉണ്ട് കേട്ടോ. എന്നാലും ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ പറയും, ചിലപ്പോൾ ഞാൻ കൊടുത്തു വിടും. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ചിക്കൻ കറിയും കുറച്ച് അച്ചാറും കൂടെ വെച്ചു. അച്ചാറൊന്നും അത്ര പ്രിയമല്ല, എങ്കിലും ഞാൻ കൊടുത്തു കേട്ടോ. പക്ഷേ എൻ്റെ ഇളയ മോനുണ്ടല്ലോ, അവൻ കൊണ്ടുപോകുന്നതെല്ലാം തന്നെ കഴിക്കും, ഒന്നും വേസ്റ്റ് ചെയ്ത് കളയത്തില്ല. പക്ഷേ മൂത്ത ആളാണ് ഇതിനെല്ലാം വിപരീതമായിട്ട് മിക്കവാറും കളയും, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാതെ കൊണ്ടുവരികയും ചെയ്യും കേട്ടോ. അങ്ങനെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി മോനെ കൊണ്ട് സ്കൂളിലാക്കിയതിന് ശേഷം ഇന്ന് അധികം പാത്രങ്ങളുണ്ട് കേട്ടോ. സാധാരണയായിട്ട് ഞാൻ രാവിലെ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നതാണ്, പക്ഷേ ഇന്ന് നടന്നില്ല. അങ്ങനെ ഓരോ പാത്രങ്ങളായി എടുത്തിട്ട് കഴുകി എടുത്ത് വെച്ച് വൃത്തിയാക്കി വെച്ചു. ഈ അടുക്കള ജോലിയിലുണ്ടല്ലോ കൂടുതൽ ഈ പാത്രം കഴുകലും തുണി കഴുകലുമാണ് എനിക്ക് ഏറ്റവും മെനക്കെട്ട പണിയായിട്ട് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ അല്ലേ? വൈകിട്ട് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്താ കഴിക്കാൻ കൊടുക്കുക എന്ന് കരുതിയപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇളയ മോൻ പറയുന്നുണ്ട്, അമ്മ എനിക്ക് തെരളിയപ്പം ഉണ്ടാക്കി തരുമെന്ന്. തെരളിയപ്പം എന്ന് പറയുന്നത് കുമിളപ്പമാണ്, വയണയില, കറുകയില എന്നൊക്കെ പറയുന്ന ആ ഇലയില്ലേ, അതിലുണ്ടാക്കുന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ആ ഇലയൊന്നുമില്ല കേട്ടോ. താഴോട്ട് കുറേ വസ്തുക്കളുണ്ട്. ഇത് എനിക്ക് പാല് കൊണ്ടുവരുന്ന ചേച്ചിയുടെ വീടാണ്, നിറയെ പശുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോയി ചെന്ന് അവിടെ ഈ ഇലയും നിപ്പുണ്ട്. അവിടെ നിന്നൊക്കെ പിച്ചി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം മോൻ പറഞ്ഞു, അമ്മേ ഇവിടെ 6 ഉണ്ടല്ലോ, എനിക്ക് കാണണമെന്ന്. കുഞ്ഞിലെ ഞാൻ കൊണ്ടുപോയതാണ് അന്ന്, പക്ഷേ ഇത്രയും കാട് പിടിച്ച് കിടപ്പില്ലായിരുന്നു. ഇപ്പോൾ എപ്പോഴും മഴയില്ലേ, അതുകൊണ്ട് കൂടുതൽ കയറി കേട്ടോ കാട്. അമ്മയെ നോക്കി പോകുമേ വല്ലതും കാണും താഴെ കിടന്നാൽ കൂടി അറിയത്തില്ലെന്ന്. പക്ഷേ ഞാൻ നോക്കി തന്നെയാണ് കേട്ടോ പോകുന്നത്. മഴ പെയ്തുകൊണ്ട് മൊത്തം തുളിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് കുറേ നാൾക്ക് മുമ്പ്, അപ്പോഴൊന്നും ഇത്രയും ഇതായിട്ട് കിടന്നിട്ടില്ല. കുറച്ചും കൂടെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടന്നത്. ഇതാണ് കേട്ടോ ഇവിടാത്ത ആറ്. ഇതിൻ്റെ പേര് ഇത്തിക്കര ആറെന്ന് പറയും. ഇത്തിക്കര ആറിൻ്റെ ഒരു ഭാഗം ഒഴുകി വന്നതാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ. അവിടെ ഉണ്ടല്ലോ കുറച്ച് മഞ്ഞപ്പൂ പിടിച്ചിരുന്നു, അതൊക്കെ എടുത്ത് ഞാൻ തലയിൽ വെച്ചൊരു ഫോട്ടോയൊക്കെ എടുത്തേ. അത് കഴിഞ്ഞിട്ട് തെരളിയിലയും കൊണ്ട് ഞാൻ വീട്ടിൽ വന്നു, അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ പൊട്ടിച്ച് വെള്ളം കുടിക്കാമെന്ന് വെച്ചപ്പോൾ ദാ കിടക്കുന്നു, തേങ്ങ മൊത്തത്തിൽ അങ്ങ് താഴെപ്പോയി. പിന്നെ തേങ്ങയൊക്കെ തിരികെ എല്ലാം എടുത്ത് കേട്ടോ. ഈ തെരളിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഞാൻ എൻ്റെ അമ്മമ്മയെ ഓർക്കും കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതും എന്തൊരു രുചിയാണ്. ഞാനീ ഉണ്ടാക്കുന്നതിൻ്റെ 7 അയലത്ത് കൂടി വരില്ല കേട്ടോ അമ്മമ്മ ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഉണ്ടല്ലോ അമ്മമ്മയാണെങ്കിൽ വരിക്കച്ചക്കയൊക്കെ വഴട്ടി നെയ്ക്കകത്തൊക്കെ വഴട്ടി എടുത്തതിന് ശേഷം മാവിനകത്ത് മിക്സ് ചെയ്താണ് അമ്മമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ രുചി ഞാൻ ഈ പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൻ്റെ തുമ്പത്ത് വരുന്നുണ്ട്. ഞാൻ ഈ തേങ്ങയൊക്കെ തിരികെ വെച്ച് അതിനകത്തോട്ട് മാവിട്ടത് ഞാൻ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മാവിട്ടു, കുറച്ച് അരിപ്പൊടിയും ഇട്ടു, പിന്നെ ശർക്കര ചീകിയിട്ടു. ചിലർ ശർക്കര പാനിയാക്കും കേട്ടോ. ഞാൻ അങ്ങനൊന്നും നിന്നില്ല, കൈ വെച്ച് കുഴയ്ക്കാമെന്ന് കരുതി ശർക്കര ചീകിയിട്ടു. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ പഴം ചേർത്ത് കേട്ടോ. എനിക്ക് പഴം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഏലക്കയും പൊടിച്ച് ഇട്ടിട്ട് പിന്നെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ലവണ്ണം കൈവച്ച് കുഴയ്ക്കണമെന്ന് വെച്ചാൽ കുറച്ച് നേരം നല്ല കുഴയ്ക്കണം കേട്ടോ. അതേസമയം ശർക്കരപ്പാനി ഒഴിക്കുകയാണെങ്കിൽ ഇത്രയും പാട് വരത്തില്ല, വേഗം കുഴഞ്ഞു വരും കേട്ടോ. ചിലപ്പോഴുണ്ടല്ലോ ഞാൻ ഈ തെരളിയപ്പം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന കണക്ക് ശർക്കരപ്പാനി ചൂടാക്കി ഒഴിച്ചതിന് ശേഷമാണ്. പിന്നെ പഴം ഉണ്ടല്ലോ മിക്സിയിലിട്ട് അടിച്ച് ഞാൻ ഒഴിക്കും, അപ്പോൾ എളുപ്പത്തിന് കുഴഞ്ഞു വരും. പക്ഷേ ഇത് ഈ കൈവച്ച് ഞെരടി ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു രുചി അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഇത് തന്നെയാണ് നല്ലത്. പക്ഷേ ഞാൻ ഈ കുഴച്ച് വെച്ച മാവിനകത്തുണ്ടല്ലോ കുറച്ച് ശർക്കരയുടെ പീസ് നിങ്ങൾക്ക് കിടക്കുന്ന കാണാം. പക്ഷേ ഉണ്ടല്ലോ അത് ആവിയിൽ വേവുമ്പോൾ അതങ്ങ് അതിനകത്തോട്ടങ്ങ് അലിഞ്ഞ് ചേരും കേട്ടോ. പിന്നെ ഇലയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഈർക്കിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുമിള് കൂട്ടി അതിനകത്ത് ഓരോ മാവായിട്ട് കുഴച്ച് വെച്ച് സെറ്റ് ചെയ്തെടുത്തേ. ദേ ഉണ്ടല്ലോ ഇത്രയായിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കി എടുത്ത് കേട്ടോ. നല്ല ഫ്രഷ് ഇലയാണ് കിട്ടിയത്. മഴയൊക്കെ പെയ്തതുകൊണ്ടേ അതിനകത്തൊന്നും ഒരു അഴുക്കുകളൊന്നുമില്ല. കാറ്റ് സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ഇല മൊത്തം കീറി കിട്ടും കേട്ടോ. ഞാൻ ഇഡ്ഡലിത്തട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് പറക്കി വെച്ച്, ചിലരുണ്ടല്ലോ എല്ലാം കൂടി എടുത്തങ്ങ് തട്ടി അലങ്കോലമായിട്ട് ഇട്ടിട്ടായിരിക്കും വേവിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഈ പരുവത്തിൽ ഓരോന്നായിട്ട് രീതിയിലെടുത്ത് അടുക്കി വെച്ചിട്ടാണ് വേവിച്ചത്. കുറേ കഴിഞ്ഞ് ഏകദേശം ഒരു 45 മിനിറ്റോളം എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ കുറച്ച് നേരത്തേക്ക് മുമ്പ് തന്നെ എനിക്ക് മണം അടിച്ചു മൂക്കിൽ. പക്ഷേ ഉണ്ടല്ലോ തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ചൂടോടെ 2 എണ്ണം കഴിക്കാമെന്ന് വെച്ച് ചൂടോടെ തന്നെ ഞാനെടുത്ത് പാത്രത്തിലിട്ടു.
ചൂടാറാത്തോണ്ടായിരിക്കും കേട്ടോ, ഇലയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് വരുന്നില്ല. എങ്കിലും എന്തായാലും ഞാൻ തട്ടിക്കുടഞ്ഞൊക്കെ അത് എടുത്തിട്ട് കേട്ടോ. ഒരു ചായ ഇട്ടാലും കൂടെ നല്ലതായിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ മടിയായിപ്പോയി. കാര്യം ഇനി എനിക്ക് ചായ ഇടുന്നവരെ ക്ഷണിക്കാൻ വയ്യ. പതുക്കെ ഇതെടുത്ത് സിറ്റൗട്ടിലോട്ട് കൊണ്ടുപോയി കേട്ടോ. പുറത്തിരുന്ന് കഴിക്കാമല്ലോ, ചെറിയ മഴയും കൂടെ ഉണ്ട്. അങ്ങനെ പുറത്ത് പോയിരുന്ന് കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.